നമസ്കാരം. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം ദാം ദൂം എന്നൊക്കെ നടന്നു. പക്ഷെ അതാ ഇപ്പോൾ ഡിവോഴ്സിലോട്ട് പോവാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സൺ, ഏകപുത്രൻ ആണ്. ഒബ്വിയസ്ലി അവൻ്റെ അച്ഛനമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ പോയപ്പോൾ ആദ്യം എന്തോ അമ്മായിയമ്മ എന്തോ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ചീത്ത പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു സാരില്ല അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു എൻ്റെ അമ്മയല്ല, അത് നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ പറയണം അമ്മയുടെ അടുത്ത് എന്നെ ഇങ്ങനെ ചീത്ത പറയാൻ പാടില്ല, അവർക്ക് അതിനുള്ള അധികാരം ഇല്ല എന്ന്. അപ്പോൾ ഹീ സെറ്റ് ഇറ്റ് സീൻസ് എന്താ അധികാരമില്ല എന്നൊക്കെ നീ പറയണത്, നീ ഈ വീട്ടിലോട്ട് വന്ന് ഈ വീട്ടിലത്തെ ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അല്ല, ഞാൻ ഈ വീട്ടിൽ കയറി വന്ന ഒരു സ്ത്രീയാണ്, ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മീ ടൈം ടു നോ വാട്ട്സ് ഹാപ്പനിങ്. ചീത്ത പറയാനുള്ള അർഹത അവർക്കില്ല. മാത്രമല്ല യു ഷുഡ് ട്രീറ്റ് മീ വിത്ത് റെസ്പെക്റ്റ്, എന്നാൽ മാത്രമേ അവർ എന്നെ റെസ്പെക്റ്റിൽ ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഒന്നിലേ നിങ്ങൾ പറയണം അമ്മയുടെ അടുത്ത് ടു ട്രീറ്റ് മീ പ്രോപ്പർലി, അല്ലെങ്കിൽ ഞാൻ പറയുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞത് ഇല്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എന്തോ ചീത്ത പറഞ്ഞപ്പോൾ ഇവൻ മിണ്ടിയില്ല. അപ്പോൾ ഇവൾ റൂമിലോട്ട് വന്നിട്ട് ചോദിച്ചെന്ന് നിങ്ങളെന്താ നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാത്തേന്ന്. അവൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയുന്നു. അപ്പോൾ ഹീ വാസ് നോട്ട് എക്സ്പെക്റ്റിംഗ് ഹെർ ടു റിയാക്ട്. മൂന്നാമത്തെ പ്രാവശ്യം എന്തോ ചീത്ത പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള മനസ്സ് കാണിക്കണം, അല്ലാണ്ട് ചീത്ത പറയാൻ അധികാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മായിയമ്മ ആ കുട്ടീനെ അങ്ങോട്ട് തലങ്ങും മലങ്ങും ചീത്ത പറഞ്ഞ്, പിന്നെ ഈ കുട്ടിയുടെ കുടുംബക്കാരടക്കം ഫുള്ളായിട്ട് ചീത്ത പറഞ്ഞ് വളർത്ത് ദോഷം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പെൺകുട്ടി ഇപ്പോൾ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇക്കാലത്തെ പെൺകുട്ടികൾ പണ്ടത്തെ മാതിരത്തെ അല്ല. ദേ ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ദേ നോ വാട്ട് ടു ഡു. അവരുടെ റൈറ്റ്സ് എന്താണെന്ന് അവർക്കറിയാം. അവരുടെ അച്ഛനമ്മ അവരുടെ കൂടെ നിൽക്കും. ആൻഡ് ഡിവോഴ്സ് ഇസ് ഇൻക്രീസിങ് എ ലോട്ട് അല്ലേ. ഇപ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലോട്ട് എൻ്റെ അമ്മായിയമ്മ വരുന്നതും അമ്മായിയമ്മയുടെ വീട്ടിലോട്ട് ഞാൻ പോണതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. ജോയിൻറ്റ് ഫാമിലി വേണ്ടാന്ന് ഞാൻ പറയില്ല, ബട്ട് ആസ് സൂൺ ആസ് എ കപ്പിൾ ഗെറ്റ് മാരീഡ് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ദേ ലിവ് അലോൺ. അവർ അവരുടേതായ ഒരു യൂണിവേഴ്സ് വേൾഡ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഈ കൊണ്ടുവന്നതിന് ശേഷം അച്ഛനമ്മേനെ നോക്കുന്നത് വേറെ കാര്യമാണ്. ജോയിൻറ്റ് ഫാമിലി എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ഡിവോഴ്സ് വുഡ് നോട്ട് ഹാപ്പൻ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താ തോന്നണേ? എഴുതിയിടൂ.